ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിതാ അരി പുതിർത്തി വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഒരു കപ്പ് പച്ചരി 5 മണിക്കൂർ വെള്ളത്തിൽ പുതിർത്തി വെച്ചതാണ്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ 5 മണിക്കൂർ വെക്കാം, അല്ലെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിൽ അങ്ങനെ വെക്കാൻ വേണ്ടി നോക്കാം. ഇത് നല്ലോണം കഴുകിയ ശേഷമായിട്ടാണ് ഞാൻ പുതിർത്തി വെച്ചത്. അപ്പോൾ 5 മണിക്കൂറിന് ശേഷം അതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വാർത്തി എടുത്തിട്ട് അരി നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിന്റെ അളവ് കറക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി നോക്കാം. ഒരു കപ്പ് പച്ചരിക്ക് കണക്കാക്കിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസിന്റെ അളവാട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 3 ഏലക്കായ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വെല്ലത്തിലാണ് അരച്ചെടുക്കേണ്ടത്. അതിനു വേണ്ടി വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിപ്പം 2 കട്ട വെല്ലം എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഞാൻ പൊട്ടിച്ചിട്ടാട്ടോ ഇട്ട് കൊടുക്കുന്നത്. മുഴുവൻ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെല്ലം ഒന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം. ഇതിപ്പോ 150 ഗ്രാം വെല്ലം ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓവറായിട്ട് കട്ടിയാക്കി എടുക്കൊന്നും വേണ്ട. വെല്ലം ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതാ വെല്ലം ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ വെല്ലം ഞാൻ അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ അങ്ങനെ അരച്ചെടുക്കാം. അങ്ങനെ അടുപ്പത്തു നിന്ന് എടുത്തപാട് അങ്ങനെ അത്രയും ചൂടിലല്ല, എങ്കിലും ചെറുതായിട്ടൊന്ന് ഒന്നൊന്ന് തണുത്ത ശേഷം, അതായത് ചൂട് നന്നായിട്ട് അങ്ങ് പോകുന്ന മുമ്പ് തന്നെ അരച്ചിട്ടെടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഇതിൽ സാധാരണ പാളയംകോടൻ പഴ ചേർക്കാൻ, പക്ഷെ അത് എല്ലായിടത്തും കിട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കിട്ടിയിട്ടില്ല. ഞാനിപ്പം ഫ്ലേവർ വരുന്ന ടൈപ്പ് ഒരു പഴം എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അത് എടുക്കാം. അതല്ല എങ്കിൽ ഈ ഒരു രീതിയിൽ ഫ്ലേവർ വരുന്ന ടൈപ്പ് അങ്ങനെ പഴം എടുക്കാം. റോബസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് റോബസ്റ്റ് അല്ല, ഞാൻ എടുത്തത് ഒരു ഫിലിപ്പീൻ്റെ ബനാന കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഇതാ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഈ ഒരു കട്ടിക്കാട്ടാൻ അരച്ചെടുത്തത്, അതായത് നല്ല കട്ടിയിലുമല്ല നല്ല ലൂസിലും അല്ലാത്ത രീതിയിൽ അരച്ചെടുത്തത്. ഇനി നമുക്കിത് ഒരു 8 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കണം. അപ്പോൾ ഇതാ ഞാനിത് 8 മണിക്കൂറിന് ശേഷമാണ് ടൈപ്പ് എടുക്കുന്നത്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എന്തായാലും 8 മണിക്കൂർ വെക്കാം. അതല്ല എങ്കിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും വെക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇതാ 8 മണിക്കൂറിന് ശേഷം ഇത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാ കുറച്ചൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. നമ്മൾ വെച്ച പോലെയല്ല, കുറച്ചും കൂടി ഒന്ന് കട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. അഥവാ നിങ്ങളുടെ അടുത്ത് ചെറിയ ജീരകത്തിന്റെ പൊടി ഇല്ല എങ്കിൽ നമ്മൾ അരി അരക്കുന്ന ആ ഒരു ടൈമിന് ചെറിയ ജീരകം മിക്സിയിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ടത് നല്ലോണം ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് ഇത്ര കട്ടി ആവശ്യമില്ല. അപ്പം നമുക്ക് നോക്കിയിട്ട് അങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതാ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കട്ടി എങ്ങനെയാ നോക്കിയിട്ട് അങ്ങനെ വെള്ളം ചേർക്കാം. ഒന്നിച്ചങ്ങനെ വെള്ളം ചേർക്കണ്ട, നോക്കിയിട്ട് അങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ അങ്ങനെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ ബാറ്റർ ഈ ഒരു രീതിയിൽ വേണം, ഈ ഒരു ലൂസ് വേണം. ഓവറായിട്ട് കട്ടിയാവാനും പറ്റൂല, ഓവറായിട്ട് ഇങ്ങനെ ലൂസ് ആവാനും പറ്റൂല. ഈ ഒരു രീതിയിൽ ഈ ഒരു ലെവലിൽ അങ്ങനെ ബാറ്റർ ചെയ്തിട്ടെടുക്കാം. ഈ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ശരിയായില്ലെങ്കിൽ ഉണ്ണിയപ്പം ശരിയായി കിട്ടൂല. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി കൊപ്ര ഒന്ന് വറുത്തിട്ടെടുക്കാം. കൊപ്ര കയ്യിലുണ്ടെങ്കിൽ കൊപ്ര എടുക്കാം, അതല്ല എങ്കിൽ തേങ്ങാക്കൊത്ത് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട്
നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്ത് കൊപ്രയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് വറുത്തിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോ ആക്കി വെക്കാൻ വേണ്ടി നോക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് കളറൊന്ന് ഒരു ഗോൾഡൻ ആ ഒരു കളറായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കറുത്ത എള്ള് ചേർക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ അങ്ങനെ ചേർക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഈ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പൊ ഇതാ ഞാനതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് നമ്മളെ ഉണ്ണിയപ്പത്തിന്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇതാ ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ വേണ്ടി ഞാനിതാ ഈ ഒരു രീതിയിലുള്ള നമ്മളെ കുയ്യപ്പത്തിന്റെ ആ ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ കുയ്യപ്പം ചുട്ടെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കേട്ടോ ഇതും ചുട്ടെടുക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഞാനിപ്പം വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്, അതേപോലെ നെയ്യ് 6 kg ഒഴിച്ചിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ ഒഴിച്ചു വെച്ചത്. നമ്മൾ നേരത്തെ കൊപ്ര ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ആ ഒരു വെളിച്ചെണ്ണയും കൂടി മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ എണ്ണ നല്ലോണം ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഓരോ സ്പൂൺ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഓരോ കുയ്യിലും ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല ലോ ആക്കിയിട്ട് അങ്ങനെ ഫ്ലെയിം വെക്കരുത്. കാരണം കുറേ സമയം എണ്ണയിൽ കിടന്നിട്ട് പിന്നെ അതൊരു ഹാർഡായി പോവും. അതുപോലെ നല്ല ഹൈ ആക്കിയിട്ടും ഫ്ലെയിം വെക്കരുത്. ഹൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ പുറംഭാഗം അങ്ങ് കരിഞ്ഞു പോവും, ഉള്ളങ്ങ് വേവാണ്ടായി പോവും. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം. അപ്പം ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കുറച്ചൊന്നായി കഴിഞ്ഞാൽ എണ്ണയിൽ ഇത് തന്നെ ചെറുങ്ങനൊന്ന് പൊങ്ങി വരും. അപ്പോൾ ആ ഒരു സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതങ്ങനെ 1-2 തവണയായിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങനെ ആക്കി എടുത്താലും മതി. അപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പൊ നമ്മളെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഇൻഗ്രീഡിയൻസിന്റെ അളവ് കറക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി നോക്കാം. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.